മലപ്പുറം നിലമ്പൂർ പോലീസ് ക്യാമ്പിൽ പുലി. ഇന്ന് പുലർച്ചെ 2 മണിയോടെയാണ് പുലി എത്തിയത്. പുലിയെ കണ്ട പോലീസുകാരൻ വെടിയുതിർത്തതോടെ പുലി തിരിഞ്ഞോടി. ഇന്ന് പുലർച്ചയ്ക്ക് നമ്മുടെ പോലീസ് ക്യാമ്പിൽ പുലി ഇറങ്ങുകയും ഗാർഡ് നിൽക്കുന്ന പോലീസുകാരൻ്റെ നേർക്ക് വരികയും പോലീസുകാരൻ സ്വയം രക്ഷാർത്ഥം വെടിയുതിർത്ത് പുലിയെ തുരത്തുകയുമാണ് ചെയ്തത്. പുലിയെ അവർ നേരിട്ട് കണ്ടിട്ടുണ്ട്. ഇവിടെ അതിന് പുറമെ ഒരു മുള്ളൻ പന്നിയെ കൊന്നിട്ടതായിട്ട് കണ്ടിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഈ ഒരു മേഖലയിൽ പുലിയുടെ സാന്നിധ്യം ഉണ്ടെന്നുള്ളത് വ്യക്തമായി. ജംഷീർ കൊടിഞ്ഞി വിവരങ്ങൾ നൽകും. ജംഷീർ, വനം വകുപ്പ് എന്ത് സ്ഥിരീകരണമാണ് നൽകുന്നത്? അനീഷ, ഇത് പുലിയാണെന്ന് ഏതാണ്ട് സ്ഥിരീകരിച്ചിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. ഈ പോലീസുകാരൻ നേരിട്ട് പുലിയെ കണ്ടിട്ടുണ്ട്. അവിടെ പാറാവുകാരനായിരുന്ന പോലീസുകാരന്റെ നേർക്കാണ് പുലി വരുന്നൊരു സാഹചര്യം ഉണ്ടായത്. ഇതോടുകൂടി പോലീസുകാരൻ വെടി ഉതിർക്കുകയായിരുന്നു. ഇതോടുകൂടി പിന്നെ പുലി ഓടിപ്പോവുകയും ചെയ്തു. മാത്രമല്ല അവിടെ ഒരു മുള്ളൻ പന്നിയെ ഭക്ഷിച്ച നിലയിലും കണ്ടെത്തിയിട്ടുണ്ട്. അത് പുലിയാണെന്ന് ഏതാണ്ട് സ്ഥിരീകരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇവിടെ ഇനി ക്യാമറ സ്ഥാപിക്കാനുള്ള ഒരു ഒരുക്കത്തിലാണ് വനവകുപ്പുള്ളത്. അതോടൊപ്പം തന്നെ കൂടുതൽ RRT അംഗങ്ങൾ ഇവിടെ വരും, പരിശോധനയ്ക്ക് എത്തുമെന്നുള്ളതാണ്. ഇതിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇത് നിലമ്പൂർ നഗരത്തിലാണ് എന്നുള്ളതാണ്. നഗരപ്രദേശമാണ്, ജനവാസ മേഖലയാണ്, ആളുകൾ തിങ്ങിപ്പാർക്കുന്ന ഒരു പ്രദേശമാണ്. അവിടെയാണ് ഇത്തരത്തിലൊരു പുലി വന്നിരിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് തന്നെ ജനങ്ങളൊക്കെ വലിയ ഒരു ആശങ്ക നിലനിൽക്കുന്ന ഒരു സാഹചര്യമാണ്. പ്രത്യേകിച്ച് ഓണക്കാലമാണ്. പല രാത്രി സമയങ്ങളിലും പുലർച്ചയ്ക്ക് ആളുകൾ പുറത്ത് ഉണ്ടാകുന്ന ഒരു സമയമാണ്. കുട്ടികൾ ഉൾപ്പെടെയുള്ളവർ പുറത്തുണ്ടാകുന്ന സമയമാണ്. നിരവധി വീടുകളുള്ള ഒരു പ്രദേശം കൂടിയാണ്. നിലമ്പൂർ ടൗണിലാണ് ഈ സംഭവം ഉണ്ടായത്. അതുകൊണ്ട് തന്നെ ഈ പുലി ഇറങ്ങിയ സംഭവത്തെ വളരെ ഗൗരവത്തോടു കൂടിയാണ് ജനപ്രതിനിധികളും നാട്ടുകാരും ഒക്കെ കാണുന്നത്. DFI അവിടുത്തെ ജനപ്രതിനിധികൾ ബന്ധപ്പെട്ടിട്ടുണ്ട്. ഇവിടെ പുലി ക്യാമറകൾ സ്ഥാപിക്കുന്ന അടക്കമുള്ള കാര്യങ്ങളിലേക്ക് നീങ്ങുന്നു എന്നുള്ള കാര്യമാണ് പറയുന്നത്. മാത്രമല്ല ഈ പോലീസുകാരൻ അദ്ദേഹത്തിന്റെ കയ്യിലുള്ള തോക്ക് വെടിവെച്ചതുകൊണ്ട് മാത്രമാണ് അദ്ദേഹം അത്ഭുതകരമായി രക്ഷപ്പെട്ടത്. അല്ലെങ്കിൽ അദ്ദേഹത്തിന് പുലിയുടെ ആക്രമണം നേരിടേണ്ടി വന്നിരുന്നു എന്നുള്ളതാണ് അവിടെ നിന്ന് നമുക്ക് ലഭിക്കുന്ന വിവരം. ഏതായാലും വലിയ ആശങ്കയിൽ തന്നെയാണ് നാട്ടുകാരുള്ളത്. ഈ പുലിയെ ഇവിടെ സ്ഥിരീകരിച്ച പശ്ചാത്തലത്തിൽ ഇതിനെ പിടികൂടാനും അല്ലെങ്കിൽ ഇതിനെ തിരച്ചിൽ നടത്താൻ കൂടുതൽ RRT അംഗങ്ങളെ ഉൾപ്പെടെ ഇങ്ങോട്ടേക്ക് അയക്കണമെന്നുള്ള ആവശ്യം കൂടി ജനപ്രതിനിധികൾ മുന്നോട്ട് വെക്കുന്നുണ്ട്. അനീഷ്.